ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ഫെബ്രുവരി 18 ബുധൻ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാര് യേശുവിനെ സമീപിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്: സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കാം: ഞങ്ങൾ ഇത്രയും ശ്രേഷ്ഠരായ ശിഷ്യന്മാര് കൂടെയുണ്ട്, ഞങ്ങളിൽ ആരായിരിക്കും വലിയവൻ? യേശുവിനോട് കൂടെ ആയിരുന്നിട്ടും യേശുവിന് നിരക്കാത്ത ചില ചിന്താരീതികളാണ് അവരിൽ ഉയരുന്നതായിട്ട് കാണുക. ആ രീതികളെ ഈശോ തകിടം മറിക്കുന്ന ഉത്തരമാണ് കൊടുക്കുക. ഒരു ശിശുവിനെ വിളിച്ച് അവന്റെ മധ്യേ നിർത്തിയിട്ട് ഈശോ പറയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ വലിയവന്റെ ഉത്തരത്തിന് പകരം നിങ്ങൾ ഇങ്ങനെ ആയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ പടി പോലും കയറത്തില്ല എന്നാണ് ഈശോ പറയുക. വീണ്ടും ഈശോ കൂട്ടിച്ചേർത്ത് പറയുന്നത് ദുഷ്പ്രേരണ നൽകരുതെന്ന. സുഹൃത്തേ, ഈ നോമ്പ് കാലത്തില് നോമ്പിന്റെ ചൈതന്യവുമായിട്ട് പോകുമ്പോൾ ഇന്നേ ദിവസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു നോവാണ്: നീ വലുപ്പത്തെയാണോ നോക്കുക, അതോ ക്രിസ്തുവിനെയാണോ നോക്കുക? നിന്റെ ജീവിതം നീ നേട്ടങ്ങൾക്കും വലുപ്പത്തിനുമായിട്ടാണോ നീ മാറ്റിവെക്കുന്നത്? എങ്ങനെയെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനുള്ള ഒരു ശ്രമമാണോ? അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നിനക്ക് ഉയർച്ച കിട്ടും, പക്ഷേ സ്വർഗരാജ്യത്തിൽ നിനക്ക് ഒരു വില ഉണ്ടാകത്തില്ല. അത് ഈശോ കൃത്യമായിട്ട് പറയുക. സ്വർഗരാജ്യത്തിന്റെ വില എന്ന് പറയുന്നത് യേശുവിന്റെ ചൈതന്യം നീ ജീവിതത്തിൽ സ്വീകരിക്കലാണ്. അത് ഓരോ നിമിഷവും നിനക്കുണ്ടാകേണ്ട മാറ്റമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്: നിന്റെ ചുറ്റുമുള്ളവരെല്ലാം സ്വർഗത്തിലേക്ക് എത്തിക്കുവാനുള്ള കണ്ണുകൂടിയാണ് നീ. അവർക്ക് നല്ല മാതൃക നൽകിക്കൊണ്ട്, നല്ല സാക്ഷി നൽകിക്കൊണ്ട് അവരെ കൂടി നീ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. നോമ്പുകാലമാണ്. നോമ്പിന്റെ നോവ് നിന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. ജീവിതത്തില് നീ കാണിച്ചു തരുന്ന ശൈലികളെ മുറുകെ പിടിക്കുവാനും സ്വന്തം രീതികളെ മാറ്റിമറിക്കുവാനുമായിട്ട് എന്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.